ബിഗ് ബോസ് രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ്: നിങ്ങൾ ഈ ഹൗസിൽ കണ്ട ഏറ്റവും ക്വാളിറ്റിയുള്ള മനുഷ്യൻ, ആ ഒരു ഇത് മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അനിമോളാണ് വന്നത്. അനിമോൾ സംസാരിച്ച് തുടങ്ങിയ ഉടനെ അപ്പാനി ശരത്ത് ചിരിക്കാനൊക്കെ തുടങ്ങി. ഉടനെ അനിമോൾ ചോദിച്ചു, എന്താ കോമഡി ആയിട്ട് വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പാനി മിണ്ടാതിരുന്നു. അപ്പോൾ അനിമോൾ അനീഷിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനും നെവിനും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നെവിൻ എൻ്റെ ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിച്ച്, അപ്പോൾ എനിക്ക് അന്ന് അവിടെ കിടക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബെഡിൻ്റെ ആ സൈഡിൽ ആ സ്പേസിൽ കിടന്നു. അപ്പോൾ ക്യാമറയ്ക്കും ശരിക്കും എന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ആ രീതിയിലാണ് ഞാൻ കിടന്നത്. അങ്ങനെ അപ്പം ആദിലയും നൂറയും എനിക്ക് ബെഡ്ഷീറ്റൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ബെഡ് പോലെ എനിക്ക് എവിടെ പോയി കിടന്നാലും എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ തറയിൽ കിടന്നത്. ആദിലയും നൂറയും എന്നെ വിളിച്ചതാണ് അവരുടെ ബെഡിലേക്ക്. അങ്ങനെ ഞാൻ ഇടയിൽ കിടന്നപ്പോൾ ആരും എന്നെ കണ്ടില്ല ഞാൻ അവിടെ കിടപ്പുണ്ടെന്ന്. പക്ഷേ നേരം വെളുക്കാനായപ്പം ഭയങ്കര തണുപ്പായപ്പം അനീഷേട്ടൻ എന്നെ നോക്കി നടന്ന്. അങ്ങനെ അനീഷേട്ടൻ എന്നെ കണ്ടിട്ട് അനീഷേട്ടൻ്റെ ബെഡും പില്ലോയും എനിക്ക് കൊണ്ട് തന്ന്. എനിക്ക് പല സമയത്തും എനിക്ക് അനീഷേട്ടൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് വന്നപ്പോൾ അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ എല്ലാവരും കൂടി ഹഗ് എന്ന് പറയുന്നത്. അങ്ങനെ അനീഷും അനിമോളും കൂടെ ഹഗ് ചെയ്ത് അവരിപ്പം നല്ല ഫ്രണ്ട്സാണല്ലോ. അവർക്കിടയിൽ യാതൊരു വിധ പ്രശ്നമില്ല. പക്ഷെ അവിടെ ഇരുന്നവരുടെ കണ്ണിലാണ് കരട് വീണിരിക്കുന്നത്. അത് എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ കണ്ണിലൂടെ നോക്കിയിട്ട് ഒരുമാതിരി കളിയാക്കുകയും ചിരിക്കുകയും കൈയടിക്കുകയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആദില നൂറയുടെയും കാര്യം പറഞ്ഞ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നും. അപ്പോൾ ആദിലയും നൂറയും വന്നാണ് എന്നെ സമാധാനിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. കാരണം അനിമോളുടെ ക്വാളിറ്റി അതാണ്, ആരെന്തൊക്കെ പറഞ്ഞാലും ചെയ്ത കാര്യം മറക്കത്തില്ല, അത് എവിടെയാണെങ്കിലും പറയും. അതേസമയത്ത് ആദിലയും നൂറയാണെങ്കിൽ അത് എടുത്ത് പറയത്തില്ല, ഇന്നലെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്. അനിമോൾ അങ്ങനെയല്ല. അനിമോൾ അവരെ ആ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരാളാണ് അനിമോൾ. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.